ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ വെച്ചേക്കുന്ന ഈ ഒരു വിഷ്വൽസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി പുള്ളിക്കാരൻ പോയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ, പുള്ളി അവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു. അപ്പം അവിടെ പോയിട്ടുള്ള ഫംഗ്ഷനിൽ അവിടെ വേദിയിലിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകൾക്കുമായിട്ട് വെച്ചിരിക്കുന്ന കസേരകളെല്ലാം ഒരേ രീതിയിലുള്ള സാധനങ്ങളായിരുന്നു. ഈ കസേരകളൊക്കെ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് സ്വർണത്തിൻ്റെയോ ഡയമണ്ടിൻ്റെയോ സാധനങ്ങൾ കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സുരേഷ് ഗോപി പുള്ളിക്കാരനാണെങ്കിൽ ചെന്നിട്ട് ഈ കസേര നേരെ നടുക്കുന്ന പുള്ളിക്ക് ഇരിക്കാനുള്ള കസേര എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് കസേര കൊണ്ടുവച്ചു. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്നറിയോ, എടാ ഈ അഭിനയമൊക്കെ സിനിമയിൽ പോലെ ഇജാതി ഈ അഭിനയമൊക്കെ ഈ ജീവിതത്തിലൊന്ന് കാണിക്കേണ്ട എന്താവശ്യമാണുള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അമ്മ അത് രണ്ട് പൊന്നും എനിക്ക് ക്രിഞ്ച് അടിച്ചിട്ടുണ്ടല്ലോ. എടീ നിങ്ങളൊന്ന് ആലോചിക്കുക, ആ വേദിയിലിരിക്കുമ്പോൾ ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ വന്നിട്ട് ഒരു എളിമ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു എളിമയുണ്ടല്ലോ, ആ ഒരു മൂഡ് ഓഫ് സാധനമാണ് പുള്ളിക്കാരൻ അവിടെ വന്ന് കാണിച്ചിട്ടുള്ളത്. ആൻഡ് പുള്ളി ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ചെയ്തേക്കുന്നതെന്നറിയോ, ആരുടെ റെഫറൻസ് എടുത്തിട്ടാണെന്നറിയോ, നമ്മുടെ APJ അബ്ദുൽ കലാം സാറുണ്ട്. അപ്പം പുള്ളി പണ്ടൊരിക്കലാണെങ്കിൽ ഇതേപോലെ ഒരു വേദിയിലിരിക്കുമ്പോഴത്തേക്കിന് ഇതേപോലെ ചെയർ എടുത്ത് മാറ്റിയിട്ട് എനിക്കിതുപോലെ ഞാനും സാധാരണക്കാരിൽ ഒരാൾ തന്നെയാണ്, എനിക്ക് പ്രത്യേകമായിട്ടൊരു കസേരയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറ്റില്ല ഒരു രംഗമുണ്ട്. അതിൻ്റെ വിഷ്വൽസോടെ ഞാനിവിടെ വെക്കാം. പക്ഷേ ഈ വിഷ്വൽസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും, അവിടെ ഉള്ള എല്ലാ ആളുകൾക്കും ഒരേപോലെയുള്ള കസേര ഇടുകയും ഇദ്ദേഹത്തിന് മാത്രം പ്രത്യേക തരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് കസേര കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് കണ്ട സ്ഥിതിക്കാണ് അദ്ദേഹം അത് മാറ്റിയിട്ട് എനിക്ക് എല്ലാവരെയും പോലെ തന്നെ ഇരുന്നാൽ മതി വേദി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ മൂഡ് ഓഫ് സാധനമാണ് ഇപ്പം സുരേഷ് ഗോപി പുള്ളിക്കാരനാണെങ്കിലും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നല്ല കോമഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെയൊക്കെ സമയത്താണെങ്കിൽ ഈ ഒരുപാട് ക്രിഞ്ച് അടിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ ഈ മതപരമായിട്ടും വിശ്വാസത്തിൻ്റെ ഒക്കെ ആയിട്ടാണ് കുറേ കോമഡി പരിപാടികൾ പുള്ളി ഇവിടെ കാണിച്ചിട്ടുണ്ട് പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ജയ് വിളിച്ചുകൊണ്ട് ഈ ക്രിഞ്ച് പരിപാടിയൊക്കെ കണ്ടിട്ടും ജയ് വിളിക്കുന്ന ഒരു പരിപാടിയാണ് അത്. ഈ പറയുന്ന ഒരു കാലഘട്ടം മുന്നേ ഉള്ള ആളുകളാണ്. അപ്പം ഈ ന്യൂ ജനറേഷൻ ആളുകളിലേക്ക് വരുന്ന സമയത്തേക്കിന് അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷൻ വരുമ്പോഴത്തേക്കിന് അവിടേക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് വോട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം ചില പ്രഹസനങ്ങൾ കാണിച്ചതുകൊണ്ട് കാര്യമില്ല. ഇനിയുള്ള വരും ജനറേഷനൊക്കെ നിങ്ങൾ വോട്ട് ചോദിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കൂ, ആ ലിസ്റ്റിനകത്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യൂ. ആ ഒരു രീതിയിലേക്ക് നാളെ ഇനി കാലഘട്ടം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കിനെ നിങ്ങൾ പറയാം, നീ എന്ത് തേങ്ങട പറയുന്നത്, പുള്ളിയെ പറയാൻ നീ ആരാ, നിങ്ങൾക്ക് എന്തറിയാം, പുള്ളിക്കാണെങ്കിൽ പുള്ളിയുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നടുവേദനയാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പം അങ്ങനെ ഒരു കമൻറ്റ് ഞാനാണെങ്കിൽ ഫേസ്ബുക്കിൽ ഇത് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോക്കകത്തിലാണെങ്കിൽ ഒരാൾ ഇട്ടേക്ക് ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. ഈ സുഡാപ്പികൾ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെയാണല്ലോ, മരപ്പൊട്ട അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങളായി നടുവിന് വേദനയാണെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കസേരകൾ ഒഴിവാക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്, അതാണ് അദ്ദേഹം ചെയ്തത്. നിന്നെ പോലത്തെ തീവ്രവാദികൾ കുരുപൊട്ടി ഒലിപ്പിച്ച് നടന്നാൽ നിൻ്റെയൊക്കെ തനി നിറം എല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പം പുള്ളിക്കാരനാണെങ്കിൽ നടുവിന് വേദനയാണ്. അപ്പം ഇത് ആക്ച്വലി ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോ അല്ല, വേറൊരു വ്യക്തി റിയാക്ട് ചെയ്ത് ഫേസ്ബുക്കിലിട്ടൊരു വീഡിയോക്കകത്താണ് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ നടുവേദനയാണ്. അപ്പം ഈ വരുന്ന കാറിനകത്തൊക്കെ ഈ സോഫ ഈ കുഷനൊക്കെ ഉള്ള സീറ്റ് മാറ്റിയിട്ട് ഈ പ്ലാസ്റ്റിക് കസേര ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടാണോ പുള്ളിക്കാരൻ ഇപ്പം കാറിൽ യാത്ര ചെയ്യുന്നത്? അപ്പം ഇതിൻ്റെ താഴെ വേറൊരു കിടിലൊരു കമൻറ്റോട് വന്നിട്ടുണ്ട്. ഇതിനെല്ലാത്തിനുള്ളൊരു അണ്ണാക്കിലടിക്കുന്നൊരു മറുപടി തന്നെയാണ്. കാര്യം സത്യം അറിയാതെ ഇങ്ങനെ ഓരോന്ന് പോസ്റ്റ് ചെയ്യരുത്. പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലക്കനം കാരണം കുഷ്യൻ ചെയറിൽ ഇരിക്കുന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കുഷ്യൻ ചെയറിൽ ഇരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാറിലോ എന്ന ചോദിക്കുന്നവരോട്, കാറിലെ സീറ്റ് മുഴുവൻ 2 ചാക്ക് അൾട്രാടെക് സിമെൻറ്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അണ്ണാക്കിലടിച്ചു കൊടുത്തൊരു മറുപടി ആയിപ്പോയി. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഇപ്പം സുരേഷ് ഗോപി അദ്ദേഹത്തിനാണെങ്കിലും ഞാൻ ഒരു മനുഷ്യനോട് എനിക്ക് പേഴ്സണലി എനിക്കാണെങ്കിൽ പുള്ളി ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ആ കാര്യങ്ങളോടൊക്കെ റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഇത്തരം പ്രഹസനങ്ങളൊക്കെ വന്ന് കാണിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് അടിക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ അത്ര ആളുകൾക്ക് വേദിയിൽ ഒരേപോലെയുള്ള കസേരകളാണ് ഇട്ടിട്ടുള്ളത്. ആ പുള്ളിക്ക് ഇപ്പം നടുവേദനയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന കാറിലോ മീൻസ് ഒരു കോമൺ സെൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, വെറും പ്രഹസനം മാത്രമാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അപ്പം താങ്കളോടുള്ള റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന അഭിനയങ്ങളൊക്കെ സിനിമയിൽ പോരെ, ജീവിതത്തിൽ ഇത്രത്തോളം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോടെ?